ജമ്മു കശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ശ്രദ്ധയാകർഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ പ്രചാരണത്തിനെത്തിയ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഒരു വെടിപൊട്ടിച്ചു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 20 സീറ്റുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ BJP നേതാക്കളൊക്കെ ഇപ്പോൾ ജയിലിലായിരിക്കും എന്നായിരുന്നു ഖർഗെയുടെ പ്രതികരണം. ജയിലിൽ പോകാൻ അവരെല്ലാം യോഗ്യരാണ് എന്ന് ഖർഗെ തുറന്നടിച്ചു. അനന്ത്നാഗിലെ പ്രചാരണ യോഗത്തിൽ നടത്തിയ ഈ പരാമർശം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോൺഗ്രസിന് അടിയന്തരാവസ്ഥ കാലത്തുള്ള അതേ മനോഭാവമാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് ഇതിന് എതിരെയായി BJP പ്രതികരണം. അടിയന്തരാവസ്ഥ കാലത്തെ ആ നടപടികളാണ് കോൺഗ്രസ് ഇപ്പോഴും പിന്തുടരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ആ പാരമ്പര്യം ഇപ്പോഴും കോൺഗ്രസ് ഓർക്കുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രതിയോഗികളെയൊക്കെ ജയിലിലാക്കണമെന്ന നിലപാട് കോൺഗ്രസ്സിന് ഉള്ളത് എന്ന് BJP ശക്തമായി തിരിച്ചടിക്കുന്നു. ഷെഹ്സാദ് പൂനെവാലയാണ് BJPക്കായി ഈ വിഷയത്തിൽ ആദ്യം വിവാദവുമായി രംഗത്തെത്തിയത്. ഇത് എമർജൻസി മൈൻഡ് സെറ്റാണ് എന്ന് ഷെഹ്സാദ് പൂനെവാല വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമാണ് കോൺഗ്രസ്സിനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏകാധിപത്യ നിലപാടുകളെയൊക്കെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു. അത് ഏകാധിപത്യ സമീപനത്തോടുള്ള കോൺഗ്രസിൻ്റെ നിലപാടാണ് വ്യക്തമാക്കുന്നത് എന്നൊക്കെ പൂനാവാല തിരിച്ചടിച്ചു. ഏതായാലും ഇതോടുകൂടി ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചാ വിഷയമായി. കോൺഗ്രസ് വലിയ ശക്തമായാണ് പ്രചരണ രംഗത്ത് ഉള്ളത്. ഇന്ത്യ മുന്നണിക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ട മല്ലികാർജ്ജുൻ ഖർഗെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പതിവ് ആവർത്തിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ മല്ലികാർജ്ജുൻ ഖർഗെ അവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 ലക്ഷം വരെയുള്ള പലിശയില്ല വായ്പ ജനങ്ങൾക്ക് നൽകും എന്നതാണ്. സ്ത്രീകൾക്ക്, കുടുംബത്തിൻ്റെ നാഥകളായിട്ടുള്ള സ്ത്രീകൾക്ക് 3000 രൂപ പ്രതിമാസം നൽകും എന്നത് മറ്റൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസും അതുപോലെ ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസവും ഒക്കെ കോൺഗ്രസ് അവിടെ പ്രചരണ ആയുധം ആക്കുന്നുണ്ട്. അതുകൊണ്ട് ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പിൽ എന്ത് ഫലമുണ്ടാകും എന്നത് വളരെ നിർണായകമാണ്. 2019 ജമ്മു കശ്മീരിനുള്ള പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. 2014 നവംബറിൽ കഴിഞ്ഞ തവണ ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഈ 90 മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ വളരെ സൗഗൗരവത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇത് വലിയ ചർച്ചയാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഈ ഫലത്തെ സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ കൂടി മല്ലികാർജ്ജുൻ ഖർഗെ നടത്തുന്നത്. 243 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്ന് ഖർഗെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ 543 സീറ്റിൽ 243 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞ ഇന്ത്യ മുന്നണി കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനത്തിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് എന്ന് ഖർഗെ ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം BJP 400 പാർ എന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടങ്ങളിൽ നടത്തിയത്. എന്നാൽ 240 സീറ്റുകളെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന പരിഹാസം ഖർഗെ മുന്നോട്ട് വയ്ക്കുന്നു. അത് 32 സീറ്റിൻ്റെ ഒരു കുറവ്, അതായത് കേവല ഭൂരിപക്ഷത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് എത്തുന്നതിന് 32 സീറ്റിൻ്റെ കുറവ് ഉണ്ടായി. അത് ഈ 32 സീറ്റിൻ്റെ കുറവ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിബന്ധമാണ് സൃഷ്ടിക്കുന്നത് എന്ന് ഖർഗെ പറഞ്ഞു വയ്ക്കുന്നു. ഒറ്റക്കാലുള്ള ഒരു മന്ത്രിസഭയാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ പരിഹാസം. ഒരു കാല് BJPക്കും അതേസമയം മറ്റേ കാല് ജനതാദളിൻ്റെയും അതുപോലെ TDPയുടെയും കയ്യിലാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ BJPയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. ഹരിയാനയിൽ നേരിയ തിരിച്ചടികൾ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. വിനേഷ് ഫോഗട്ടിനെ പോലുള്ളവർ കോൺഗ്രസിൽ ചേർന്നത് എത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നത് ഇനി കണ്ടറിയേണ്ടതാണ്. പക്ഷേ ജമ്മു കശ്മീരിൽ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യ മുന്നണി ശക്തമായ പ്രചരണം നടത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ തന്നെ BJP ഞെട്ടിത്തരിച്ചു എന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ അവകാശപ്പെടുന്നത്. ഈ ഞെട്ടിത്തരിക്കൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.
അതേസമയം കേന്ദ്ര നയങ്ങളിൽ വരുത്തിയ ചില മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കും എന്നാണ് BJP ഒരു പ്രതീക്ഷ. ഏതായാലും ജമ്മുവിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഹരിയാനയിലും ഇത്തവണ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയും എന്ന പ്രത്യാശയിൽ തന്നെയാണ് BJP. അതിനിടയിൽ മല്ലികാർജുൻ ഖാർഗെയുടെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ 50ാം വാർഷികത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. 18ാം ലോക്സഭയുടെ തുടക്കത്തിൽ സ്പീക്കർ ഓം ബിർള ഈ അടിയന്തരാവസ്ഥ കാലത്തെ സംബന്ധിച്ച് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. അത് പാർലമെൻറ്റിൽ ചില കശപിശകൾക്കും വാക്തർക്കങ്ങൾക്കും ഒക്കെ വഴിവെച്ചു. ഏതായാലും അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞ് വീണ്ടും 50 വർഷം പിന്നിടുമ്പോഴും രാജ്യം ആ ഇരുണ്ട നാളുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നതും ശ്രദ്ധേയം. ജനാധിപത്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് നീങ്ങുന്ന രാജ്യമെന്ന നിലയിൽ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ അടിയന്തരാവസ്ഥക്കാലം എപ്പോഴും ചർച്ചകൾ ഇടം പിടിക്കുന്നത് നല്ലതാണ്. അത് ഒരു ഇരുണ്ട കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഭരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അവർ ചെയ്യുന്ന അഴിമതി പിന്നീട് അടുത്ത സർക്കാർ വരുമ്പോൾ അതിന് കൃത്യമായ ശിക്ഷ ലഭിക്കും എന്ന സൂചന കൂടി നൽകുന്നതും നന്നായിരിക്കും.